ചാമ്പ്യന്മാർ. ഇത്തവണ ഇതാ ആതിഥേയരായ നമ്മുടെ തിരുവനന്തപുരം സ്വർണ്ണക്കപ്പിൽ പ്രഥമ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ആവേശം. ഇത് തന്നെയാണ് നമ്മൾ ഈ കായികമേളയിലും കണ്ടത്. അത് തന്നെയാണ് ഈ സ്വർണ്ണക്കപ്പിന്റെ കാരണം അല്ലേ? എങ്ങനെയുണ്ട്? നമ്മൾ സ്വർണ്ണക്കപ്പൊക്കെ സ്വന്താക്കിയിരിക്കുകയാണ്. ഇതിന് വിട്ടുകൊടുക്കോ? വിട്ടുകൊടുക്കോ? ഇനിയിപ്പോ കണ്ണൂരിലേക്ക് പോയാലും മറ്റേത് ജില്ലയിലേക്ക് പോയാലും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാണ്. പക്ഷെ അങ്ങനെ തന്നെ ഇപ്പുറത്ത് കൊടുക്കാം. അല്ല, വിട്ടുകൊടുക്കുന്നുണ്ടോ? നമ്മൾ കൊടുക്കൂല. തിരുവനന്തപുരം കൊടുക്കൂല, തയ്യാറല്ല. ഏതായാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഒന്നും രണ്ടും ഒന്നും അല്ല കേട്ടോ. ആയിരത്തിലധികം പോയിന്റ് വ്യത്യാസത്തിലാണ് നമ്മുടെ തിരുവനന്തപുരം ആദ്യ ദിവസം മുതൽ മുന്നിട്ട് നിന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒന്നാം ദിവസം മുതൽ ഇതാ 7 ദിവസം, ഒരാഴ്ച പിന്നിടുമ്പോൾ അതേ ലെവലിൽ ഇങ്ങനെ പോയിന്റ് നിലയിൽ മുന്നിട്ട് നിന്നുകൊണ്ട് അതിന്റെ ആധിപത്യം തുടർന്ന് ഇത് അവസാനം ഇങ്ങനെ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അതാണ് തിരുവനന്തപുരത്തിന്റെ പവർ. ഈ പവർ അവസാനിക്കില്ല. ഈ എനർജി ഇതുപോലെ തുടരുമെന്നതിൽ ഒരു സംശയവുമില്ല. അപ്പൊ ഇനി കണ്ണൂരിൽ നിന്ന് കാണുമ്പോഴും ഇനി CM ട്രോഫി എവിടെ എന്നതാണെങ്കിൽ ഇതാ തിരുവനന്തപുരം ഉറപ്പിച്ചു പറയുന്നു. അത് ഞങ്ങൾ എടുക്കുമെന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, റിപ്പോർട്ടർ തിരുവനന്തപുരം.